വീണ്ടും റിവൽറ്റുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ അനുഗ്രഹപരമാകുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ച വിടുതലിൻ്റെ ശുശ്രൂഷ വചനത്തിലൂടെ വിടുതലാണ്. നിർമ്മൂലമാക്കാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും. കേൾവിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. കേൾവിയിൽ തന്നെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്തൊരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ സഹോദരി ആരാധന കഴിഞ്ഞു അത് പറഞ്ഞു, പാസ്റ്റർ ഞാൻ സൗഖ്യമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. വചനം കേട്ടുകൊണ്ട്, അതാണ് പൗലോസ് പറഞ്ഞത്, വചന കേൾവി വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കണം. തുടക്കമായിട്ട് തന്നെ വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ദൈവം അത്ഭുതം ചെയ്യും. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാ 55:8-9 എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ലെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ദൈവം പറയുക, നമ്മുടെ കൊച്ചു ബുദ്ധിക്കകത്തുള്ള പൊട്ട വിചാരങ്ങളല്ല, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരം. ദൈവത്തെയും മനുഷ്യനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ തുലനത്തിനായിട്ട് നീ ശ്രമിക്കരുത്. നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല എന്ന് യഹോവ. എന്നിട്ട് പറയണം, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നു. ക്യാൻ യു കാൽക്കുലേറ്റ്? കൗണ്ട് ചെയ്യാനൊക്കെ. അതുകൊണ്ട് ഇന്ന് ഈ ദൈവം പറയുക, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ ഏറ്റവും വിലയേറിയതായിരിക്കാൻ ആ ദൈവത്തിൻ്റെ വിചാരങ്ങളിലേക്ക്, വഴികളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ. എൻ്റെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഞാൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന് മറുപടി കാണാറില്ല. ദൈവമേ, ഒത്തിരി മധ്യസ്ഥ അണച്ചാണല്ലോ, ഒന്നും മറുപടി കാണുന്നില്ലല്ലോ. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്ന വ്യത്യസ്ത വഴികളാണ്. ഇസ്രായേൽ മക്കൾ ചിന്തിച്ചത്, നടന്ന് പഴകി അവരുടെ പിതാക്കന്മാർ നടന്ന ഒരു വഴിയുണ്ടായിരുന്നു. ഈജിപ്റ്റ് ടു ഇസ്രായേൽ, ഈജിപ്റ്റ് ടു കനാൻ. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ശരിക്കും പറഞ്ഞാൽ 12-14 ദിവസം. പക്ഷേ അവരെ 40 വർഷം, അത് പ്രത്യേകിച്ച് അത് പിന്നെ അവരുടെ പിറുപിറുപ്പ് കൊണ്ട, എന്നാൽ പോലും ദൈവം മരുഭൂമിയിലൂടെയും മാറയിലൂടെയും എരിഹോ മതിലിൻ്റെ കൂടെയൊക്കെ ദൈവം അവരെ കൊണ്ടുപോയത് യോർദാൻ നദിയിലൂടെ ഒരു ടെസ്റ്റായിരുന്നു. എന്തുകൊണ്ടാ? അവർക്ക് വാഗ്ദത്തത്തിൻ്റെ ദേശം അവർക്ക് ഓഫർ ചെയ്തു. അതായത് ആമേൻ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കുന്ന വചനത്തിന്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധ നന്ദി പറയുന്നു. ആമേൻ, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശം ദൈവം അവർക്ക് പ്രോമിസ് ചെയ്യുമ്പോഴും അവരുദ്ദേശിച്ച വഴിയിലൂടെ അല്ല ദൈവം അവരെ നടത്തി. കുഞ്ഞെ, നമ്മുടെ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരികയല്ല, അവൻ്റെ ഇഷ്ടത്തിലേക്ക് നാം ആ ഗതസമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്. ആമേൻ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ആ ദൈവത്തിന്റെ വഴിയിലേക്ക് നാം, അതുകൊണ്ട് എന്ത് ചെയ്തു? മുൻപിലുള്ള സന്തോഷം ഓർത്ത് അപമാന മനുഷ്യ ക്രൂസിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിൽ പിതാവിന്റെ ഇഷ്ടത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തപ്പോൾ, മുഴുവൻ മാനവജാതിയുടെ രക്ഷയ്ക്കായി പിതാവ് അവനെ മാറ്റുപോലെ സ്വർഗത്തിലെ ദൈവം എന്ന് പകൽ പറയുകയാണ്, യോ പാസ്റ്ററേ, എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും കാണുന്നില്ല. നീ ചിന്തിച്ചു, അതിൻ്റെ എന്ത് മനോഹരമായിരിക്കും. ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, തുടക്കം അത്ര നല്ലതായിരിക്കത്തില്ല. കാരണം വചനം പറയുന്നു, ആദിയിങ്കൽ കയ്പായിരിക്കും. ആദിയിങ്കൽ കയ്പ്, പിന്നത്തേതിൽ അത് മനോഹരമാകും, അത് രുചിയുള്ളതാകും, അത് ടേസ്റ്റ് ആകും. അതാണ് യഹോവ ആരെന്ന് രുചിച്ചറിവീൻ. അവിടെ എഴുതിയിരിക്കുന്ന എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ദൈവത്തിന്റെ വഴികൾ വ്യത്യസ്തം. എന്തിനാണെന്നറിയോ? ദൈവത്തിന്റെ വഴികൾ വ്യത്യസ്തമായിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന് മഹത്വമെടുക്കാൻ. മാർത്തയും മറിയയും പറയുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. കർത്താവ് പറഞ്ഞു, യേസ്, ഈ ദീനം മരണത്തിനല്ല, ആ ദൈവപുത്രൻ മഹത്വപ്പെടേണ്ട, പിതാവ് മഹത്വപ്പെടേണ്ട. പക്ഷെ മരിച്ചു പോയില്ലേ? അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞല്ലേ കർത്താവ് വരുന്നു. അത് മഹത്വമായി മാറി, അത് നന്മയായി മാറി. അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നത് അവനൊരു സൗഖ്യദായകനെന്ന് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. പക്ഷെ അവർക്ക് മനസ്സിലായി, ഈസ് ദ റിസറക്ടർ. ആമേൻ, അവൻ നമ്മളെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. മരണത്തിന്റെ മേൽ അവൻ അധികാരമുണ്ട്, പിശാചിന്റെ മേൽ അവൻ അധികാരമുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ചില രോഗബന്ധനങ്ങൾ ചില കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ.
ദൈവാത്മാവ് ദർശിക്കുന്നു ചില കുടുംബങ്ങളിൽ അമ്മേൻ പുറത്തു വരാൻ കഴിയാതെ വണ്ണം ഇരുട്ടിന്റെ ഒരു അനുഭവം പോലെ ഇരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിലെ ബന്ധനം അഴിഞ്ഞ് നിന്റെ ഭവനത്തിൽ അല്ലെ നിന്റെ യാത്രയിലായിരിക്കും എവിടെ വെച്ച് നീ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷെ നീ കാറിലായിരിക്കും വാച്ച് ചെയ്യുന്നത് നിന്റെ കുടുംബത്തിൽ അസാധ്യമായത് നിന്നെ മുൻപോട്ട് വിടാൻ നിന്നെ മുൻപോട്ട് നയിക്കാതെ കരം പിടിച്ചിരിക്കുന്ന ദൈവികമല്ലാത്ത ചില അൺഗോഡ്ലി വെപ്പൺസ് അൺഗോഡ്ലി സ്ട്രോങ് ഹോൾഡ്സ് ലെറ്റ് ദം ബി ബ്രോക്കൺ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആമേൻ. ദൈവത്തിന്റെ വഴി തുറന്നു വരട്ടെ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഏറ്റെടുത്തോ കരമടിച്ച് ആത്മാവിൽ നിറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വാതിലുകൾ തുറന്നു വരട്ടെ. ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മ പറയുന്ന സെറ്റ് ബിഫോർ യു ആൻ ഓപ്പൺ ഡോർ നോ വൺ ക്യാൻ ഷട്ട്. ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു. ഓ കുഞ്ഞെ ശ്രദ്ധിക്കണമേ, ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു. ഓ ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു. ആർക്കും അടച്ചുകൂടാ. അടഞ്ഞായിട്ട് എനിക്ക് തോന്നുക കേട്ടോ, അത് അടഞ്ഞിട്ടില്ല. ഓ നിനക്ക് ഫീൽ ചെയ്യുവാണ് അത് ക്ലോസ്ഡ് ആണ്. അല്ല കുഞ്ഞെ, അല്ല അത് ദൈവം നിന്നെ കൊണ്ട് തുറന്നു വെച്ചു. നീ കണ്ണ് തുറന്ന് കണ്ട് അകക്കണ്ണം തുറന്ന് കണ്ടേ. നീ പുറം കണ്ണിലുള്ള പരാജയം കാണുന്നതിന് പോലെ നീ അകക്കണ്ണ് തുറന്ന് കണ്ടേ, അത് തുറന്നിരിക്കുകയാണ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്കത് ആത്മാവിൽ കാണാം. തുറന്നു കഴിഞ്ഞു. നീ വിശ്വാസത്തോടെ പറ, ലോഡ് ഐ ബിലീവ്. കർത്താവേ ഞാനത് കാണുന്നില്ല, എനിക്കറിയാം കർത്താവേ. ദൈവം ഇത് കഴിയുമ്പോൾ നിനക്ക് ചില ഫോൺ കോളുകൾ വരാം. ഇത് കഴിയുമ്പോൾ ചിലടത്ത് എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല. ദൈവാത്മാ പറയുന്നു അറിയിക്കാൻ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞ ചില ജോലി സാധ്യതകൾ, വിളിക്കാമെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, ചില ഓഫർ ലെറ്ററുകൾ യേശുവിൻ്റെ നാമത്തിൽ ഫോളോ ചെയ്യപ്പെടട്ടെ. ഞങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന ഇഫ് യു ലൂസ് ഓൺ എർത്ത് വിൽ ബി ലൂസ്ഡ് ഇൻ ഹെവൻ. ഇഫ് യു ബൈൻഡ് ഓൺ എർത്ത് വിൽ ബി ബൗണ്ട് ഇൻ. ഇഫ് യു ലൂസ് ഓൺ എർത്ത്, യെസ് ഞങ്ങൾ ഭൂമിയിൽ അഴിക്കുകയാണ്. ചില കുടുംബങ്ങൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി, തകർന്നിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ വിചാരങ്ങൾ അല്ല നമ്മുടെ വിചാരങ്ങൾ, അവൻ്റെ വഴികളല്ല. യേശുവിന് വഴി തുറക്കുക. കർത്താവേ താങ്ക് യു ലോർഡ്. മരുഭൂമിയിൽ നിർജ്ജല തോടുകളും വഴികളും സൃഷ്ടിക്കുന്ന ദൈവമേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാദൃച്ഛ്യമായിട്ട് അറിയിക്കാൻ നിങ്ങൾ ലൈനിൽ വന്നേ. ഒരു വഴി ദൈവം നിങ്ങൾ തുറക്കാം. വർഷങ്ങളായി നീ 10 വർഷം പ്രാർത്ഥിച്ചിട്ട്, നീ 20 വർഷം പ്രാർത്ഥിച്ചു, നീ 50 വർഷം നടക്കാത്ത വിടുതൽ ഇപ്പോൾ തന്നെ ഒരു ഷിഫ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. എൻ്റെ വിചാരങ്ങളല്ല അത് കറഞ്ഞിട്ടില്ല. ആകാശം ഭൂമിക്കും ഇത് നമ്മൾ പറഞ്ഞു കർത്താവേ, ഞാൻ എപ്പോഴും ചിന്തിക്കും. എനിക്ക് ചിലപ്പോൾ എൻ്റെ ബുദ്ധിക്ക് നോക്കുമ്പോൾ എല്ലാം 4 സൈഡിലൂടെ എൻ്റെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും എനിക്കറിയാം, എനിക്ക് വേണ്ടി ഞാൻ ദൈവ പൈതലായതുകൊണ്ട്, ഞാൻ കർത്താവിൻ്റെ ദാസനായതുകൊണ്ട്, രക്തത്താൽ വീണ്ടും ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതൊടുവിൽ എന്നെ ദൈവം വെളിപ്പെടുത്തും. ചുമ്മാ കാണാനൊക്കെ തന്നെ പരാതിയും പരിഭവവും പുറകുറുപ്പും പറയുന്നവർക്ക് ഇത് വെളിപ്പെടത്തില്ല. ആമേൻ. കർത്താവേ എന്ന് കാണട്ടെ. കർത്താവേ അന്വേഷിക്കാനുള്ളൊരു മൈൻഡ്, ചോദിക്കുന്നവൻ ലഭിക്കും, അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ട വീണ് തുറക്കപ്പെടും. അന്വേഷിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വരും. നീ അത്ഭുതപ്പെടും. നീ പറയും കർത്താവേ ഈ വഴി തുറന്നിരുന്നിട്ടാണോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്. ഗ്രേഗസി കരയുകയാണ് ആരാമ്യ പടക്കൂട്ടത്തെ കണ്ട്. എലീശ പറഞ്ഞു ഇവന്റെ കണ്ണും തുറക്കണമേ. ഓ ഹല്ലേലൂയ. അവന്റെ കണ്ണ് തുറന്നപ്പോൾ അഗ്നിമയ രഥങ്ങൾ എലീശയ്ക്ക് ചുറ്റും. അകക്കണ്ണ് തുറക്കുകയാണ് ചിലരുടെ. നീ കാണാൻ പോവാ ഹാഗറേ, കരഞ്ഞ ഹാഗറേ, നീ കാണാൻ പോവാ. നീരുറവ് നീ കാണാം, നന്മ കാണാൻ പോവാ. ഓ പ്രതികൂലങ്ങൾ മാത്രം കേട്ട നിന്റെ കാതുകൾ, പ്രതിസന്ധികൾ മാത്രം കണ്ട നിന്റെ കണ്ണുകൾ, അത്ഭുതങ്ങൾ കാണാൻ പോവാ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടുള്ള ചെവി കേട്ടുള്ള ഒരു മനുഷ്യൻ്റെ റിലീസ്. എത്ര രാമയം പറയും കഴിയുമെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് ഞാനത് വിശ്വസിക്കുന്ന പറഞ്ഞോട്ടെ. അത്ഭുതങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ശുശ്രൂഷ അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ മിനിസ്റ്റർ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ വിത്ത് വിതയ്ക്കാൻ നിങ്ങൾ മറക്കല്ലേ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.